ആശയത്തോർക്കാശയമരുളും അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന ധ്യാന ശുശ്രൂഷകളും മറ്റു ശുശ്രൂഷകളും കർത്താവ് അനുഗ്രഹിച്ച് ഈ ആഴ്ച നാം എല്ലാവരും അതിൽ പങ്കെടുക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായിട്ട് അനുവദിച്ചു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മളെല്ലാവരും വചനം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതും ജീവിക്കേണ്ടതുമായ എല്ലാ മേഖലകളെക്കുറിച്ചും ഈശോ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ ആനന്ദത്തിലായിരിക്കുവാൻ, സന്തോഷത്തിലായിരിക്കുവാൻ മനുഷ്യന് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തിരുവചനം പറയുന്നുണ്ട്, നുണ വികൃതമായ കറയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വസ്ത്രത്തിൽ എവിടെയെങ്കിലും ഈ ഒരു വെള്ള വസ്ത്രമാണെങ്കിൽ പ്രത്യേകിച്ച് അതിലെന്തെങ്കിലും ഒരു ചെറിയ കറ പറ്റിക്കഴിഞ്ഞാൽ വേഗം അത് നോട്ട് ചെയ്യപ്പെടും. എല്ലാവരും അതിലേക്ക് തന്നെ നോക്കിയിരിക്കും. എന്നാൽ അത് ആ കറ പോകാനുള്ള എന്തെങ്കിലും മരുന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാലോ വീണ്ടും അത് പഴയതുപോലെ ആയിത്തീരും. എന്ന് പറഞ്ഞതുപോലെയാണ്, നുണ വികൃതമായ കറയാണ്. അത് എല്ലാവരാലും നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നൊക്കെ. എന്നാൽ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട്, അത് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിലയെ തന്നെയും ഇല്ലാതാക്കുന്ന ഒരു തിന്മയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്താൽ അതിനെ നമ്മൾ വിശുദ്ധീകരിച്ച് ആ തിന്മയെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ ആനന്ദം, സന്തോഷം, സമാധാനം അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് നൽകുവാനും സാധിക്കും. അടുത്ത ആഴ്ച നടക്കുന്ന എല്ലാ ധ്യാന ശുശ്രൂഷകളിലേക്കും എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ആ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെയും, നമ്മൾ ശരീരത്തിൻ്റെ അടിമയായിട്ട് മാറും. ശരീരത്തിൻ്റെ അടിമയാകുക എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ അടിമയാകുകയാണ്. ജഡത്തിൻ്റെ അടിമയാകുക എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ അടിമയാകുക. സുഖമൊട്ട് കിട്ടുകയുമില്ല, എന്നാൽ നമ്മൾ ജഡത്തിൻ്റെ അടിമയായി തീരുകയും ചെയ്യും. ജഡമായിരിക്കും നമ്മളെ പിന്നെ ഭരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുക. അതുകൊണ്ട് ഈ ശരീരത്തിൽ നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ നേട്ടങ്ങളെല്ലാം നമ്മുടെ കൈക്കൊമ്പിളിൽ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് ബലിയായി ദൈവത്തിന് കൊടുത്ത് അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഈ ജഡത്തിൻ്റെ മേൽ നമുക്ക് ഒരാധിപത്യം ഉണ്ടാകും.
അല്ലെങ്കിൽ നമ്മൾ ജഡത്തിൻ്റെ അടിമയായി തീരും. പ്രിയപ്പെട്ടവരെയും, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മുടെ ഈ ശരീരത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ആഹാരം നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കും, കാലാവസ്ഥ നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കും. എന്നാൽ ഇവയുടെയൊക്കെ സ്വാധീനം വളരെ ചെറിയ പെർസെൻറ്റേജാണ്. നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തയാണ്. പ്രഭാഷകൻ 37:17 ചിന്തയിൽ നിന്നാണ് പ്രവൃത്തിയെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചിന്തയോളം നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്ന വേറെ ഒന്നുമില്ല. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനം. യോഹന്നാൻ 16:20. ഇങ്ങനെയാണ് വചനം പറയുന്നത്. യോഹന്നാൻ 16:20. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതര, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഞാൻ സന്തോഷമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ധ്യാനിക്കാൻ വരുമ്പോൾ പലവിധ കാരണങ്ങളാണ്, ഉള്ളിൽ കുറേ ദുഃഖങ്ങളും നൊമ്പരങ്ങളും വേദനകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ധ്യാനാസങ്ങൾ ഇങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇപ്പം ആ ദുഃഖങ്ങൾ, ദുഃഖഭാരങ്ങൾ മാറി ഉള്ളിൽ നല്ലൊരു സന്തോഷം തോന്നുന്നു. അങ്ങനെ ഉള്ളിൽ നല്ലൊരു സന്തോഷം തോന്നുന്നവരൊക്കെ ഒന്ന് കൈയെടുത്ത് കൈവീശി കാണിച്ചേ. ഉള്ളിൽ നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സന്തോഷം സന്തോഷത്തിൻ്റെ ആത്മാവാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഞാൻ മാറ്റും, വീണ്ടും നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഞാൻ സന്തോഷമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സന്തോഷമാക്കി മാറ്റിയിട്ട് നമ്മളെ പറഞ്ഞു വിടുന്ന കർത്താവ് ഇനിയും ജീവിതത്തിൽ തകർച്ച വരികയെന്നാണോ? പറയൂ. നഷ്ടം വരികയെന്നാണോ? രോഗം വരികയെന്നാണോ? പരാജയം വരികയെന്നാണോ? അപമാനം വരികയെന്നാണോ? അല്ല, പിന്നെയോ. നഷ്ടം വന്നാലും പരാജയം വന്നാലും കടബാധ്യം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും എന്തെല്ലാം ഞെരുക്കങ്ങൾ വന്നാലും ഈ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും തകർച്ചയിലും എല്ലാം ആനന്ദിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ ആനന്ദിക്കാനുള്ള അഭിഷേകമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ആനന്ദിക്കാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് തരണമെങ്കിൽ എന്ത് വേണം? ആനന്ദിക്കാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് തരണമെങ്കിൽ ഈ തരുന്ന ആള് എവിടെ ഉണ്ടാകണം? പറയൂ. ഈ തരുന്ന ആള് നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ടിൻസി. ഞാൻ സെൻറ് തോമസ് മൗണ്ട് ചർച്ച് നമ്പ്യാവള ഇടവാംഗമാണ്. ഇവിടെ ഞാൻ എൻ്റെ ചെറുപ്പം നാൾ തൊട്ട് പേരൻസൊക്കെ എന്നെ കൊണ്ടുവന്ന് അങ്ങനെ പരിചയത. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഉള്ളിലോട്ട് വരുമ്പം തന്നെ നമുക്കൊരുപാട് സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ദൈവീയ ചൈതന്യമാണ് കിട്ടണേ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നന്നായി ഉറങ്ങുവാനും വചനം കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. എല്ലാ അച്ഛന്മാരും എല്ലാ വൈദികന്മാരും നമ്മളേത് അവസരത്തിൽ ചെന്ന് ഒരു സഹായം അപേക്ഷിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കേൾക്കുവാൻ അവരുടെ വിലപ്പെട്ട സമയം നമുക്ക് തരുന്നു. അത് പണിക്കലച്ചനായാലും ഷിജോ അച്ഛനായാലും തടത്തിലച്ഛൻ, നായിക്കപ്പറമ്പ് അച്ഛൻ, അങ്ങനെ എല്ലാ വൈദികരെയും ഈ അവസരത്തിൽ ഓർക്കണം, നന്ദി പറയണം. ദൈവം അവരെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും, സാധാരണ മനുഷ്യർക്കും ഇവിടെ വന്ന് കൂടുവാനും നിന്ന് താമസിക്കാനും നല്ല ആഹാരവും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടണേ. അപ്പം ആർക്കൊക്കെയാണോ ഈശോയെ അറിയുവാനും ഇവിടെ വന്ന് ധ്യാനം കൂടുവാനും അനുഗ്രഹം മേടിക്കാനും ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും വരണം, ഈശോയെ പ്രാപിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഏത് വഴി അടഞ്ഞ അവസരത്തിനും വഴി തുറക്കുന്ന ഒരാലയമാണ് ഈ ഡിവൈൻ ധ്യാനകേന്ദ്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജെറമയ പ്രവചനം അധ്യായം 48 28 തിരുവചനം. ജെറമയ പ്രവചനം 48 28 വചനം എങ്ങനെയാണ്? മോവാബ് നിവാസികളെ നഗരങ്ങൾ വിട്ടകലുവിൻ, പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവിൻ, ഗുഹാപാർശ്വങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെ പോലെ കഴിയുവിൻ. ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. മോവാബ് നിവാസികളോടാണ് വചനം പറയുന്നത്. നമ്മോടെല്ലാവരോടും പറയുന്ന വചനം തന്നെയാണ്. നഗരങ്ങൾ വിട്ട് അകലുവിൻ. എന്നതാ?
എന്ന് കരുതിക്കൊണ്ട് പോട്ടയിൽ ചെന്നപ്പോൾ ഡിവൈനിൽ ചെന്നപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു വചനം പറഞ്ഞു, ബൈബിളിലുണ്ടെന്ന് അവിടെ എഴുതി വെച്ചേക്കണം കണ്ടു. നഗരങ്ങൾ വിട്ടു പോകാനാണ് പറഞ്ഞു. അതുകൊണ്ട് നഗരങ്ങളിൽ വീടുള്ള, സിറ്റിയിൽ വീടുള്ളവരൊക്കെ സ്ഥലം വിറ്റു പോവുക ഇതല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്താണ് ഉദ്ദേശിച്ചത്? നഗരങ്ങൾ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ തിരക്കുകളുടെ പ്രതീകമാണ്. നഗരത്തിൽ ശാന്തമായിട്ടിരിക്കാൻ ആർക്കും പറ്റുമോ? ഇല്ല. നഗരം എപ്പോഴും തിരക്ക് പിടിച്ച സ്ഥലമാണ്. നഗരങ്ങൾ വിട്ടകലുക എന്ന് വെച്ചാൽ തിരക്കുകൾ വിട്ടകലുക. എന്നിട്ടോ പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുക. ഗുഹാപാർശ്വങ്ങളിൽ പ്രാവുകളെ പോലെ കൂടുകെട്ടി കഴിയാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പാറക്കെട്ടുകൾ, ഗുഹാപാർശ്വങ്ങളൊന്നും ഒരു തിരക്കുമില്ലാതെ ശാന്തമായ സ്വച്ഛമായ ഇടങ്ങളാണ്. പ്രാവ് ഒന്ന് കുറുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. വചനം ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ തിരക്കിന്റെ ലോകം വിട്ടൊന്നു മാറ്. എൻ്റെ പേര് ജോസ് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഒരു വർഷത്തിന് ശേഷം ഇവിടെ ധ്യാനത്തിന് വീണ്ടും വന്നതാണ്. കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു ഡെലിവറൻസ് കിട്ടി. ഇപ്പോൾ കുറച്ച് മെൻ്റൽ പീസും കുറച്ച് ഒരു ഹോപ്പ് ദൈവം തന്നു. ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ ഇവിടുത്തെ അച്ഛന്മാർക്കും ഇവിടുത്തെ ടീമിനും ഞാൻ നന്ദി പറയും. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 100-ാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ടാണ്. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 100-ാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്താണത്? ഗോഡ് ഈസ് ഗുഡ് എന്നാണ്. ഹല്ലേലൂയ. ദൈവം നല്ലവനാണ്. പക്ഷെ ചിലർക്ക് ഈ കാര്യത്തിൽ ഡൗട്ടുണ്ട്. ആദ്യത്തെ പാപം തന്നെ ദൈവം നല്ലവനല്ല എന്ന ഒരു അവിശ്വാസത്തിലേക്ക് ആദിമാതാപിതാക്കളെ നയിച്ച ഒരു പാപമാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു തിന്നാൽ മരിക്കും. ചെകുത്താൻ പറഞ്ഞു അങ്ങനെയില്ല, അതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്. ദൈവം നല്ലവനൊന്നുമല്ല. നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യമൊക്കെ കൂടും, ആയുസ്സൊക്കെ വർദ്ധിക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. കണ്ടോ? ഹല്ലേലൂയ. ദൈവം നല്ലവനൊന്നുമല്ല. ദൈവത്തിന് അസൂയുണ്ട്. നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ പോലെ ആവും? ദൈവത്തെ പോലെ ആവും. അപ്പം ദൈവം നല്ലവനല്ല. ദൈവത്തിന് കുശുമ്പും കുന്നായ്മയും കള്ളത്തരവും ഉണ്ടെന്നാണ് ആ ആദ്യത്തെ പാമ്പ്, ആ പുരാതന കാലത്തെ ആ പാമ്പ്, ആ സർപ്പം പറയാതെ പറഞ്ഞത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രതീകാത്മകമായിട്ട് നമ്മൾ പഴം പറിച്ചു തിന്നു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോഴും ശരിക്കും ആദ്യമേ തന്നെ പിശാച് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചൊരു കാര്യം ഗോഡ് ഈസ് നോട്ട് ഗുഡ് എന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നല്ലവനല്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് അതുകൊണ്ട് ഈ പിശാചിൻ്റെ നുണചിന്തയെ നമുക്ക് വേരോടെ പിഴുത് കളഞ്ഞിട്ട് തുടങ്ങാം. ഹല്ലേലൂയ. യേശു മതി, തൽഹിതൻ മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, യേശു മതി, തൽഹിതൻ മതി, നിത്യജീവൻ മതി എനിക്ക്. എൻ്റെ പേര് അശ്വതി. ഞാൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വരുന്നത്. എനിക്കിന്ന് ഭയങ്കര ഒരു അനുഭവമാണ്. എന്നുവെച്ചാൽ ഒരു സമാധാനം, സന്തോഷം, ഇതൊക്കെ എനിക്ക് നല്ല അനുഭവമാണ്. പിന്നെ അതുപോലെ കൗൺസിലിംഗ് നല്ലൊരു അനുഭവമാണ്. അപ്പസ്തോല പ്രവർത്തനം 16:31.
കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം ഈ വചനം എൻ്റെ തലയിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബം ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പം കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുമെന്നല്ലേ. അപ്പം ഞാൻ വിശ്വസിക്കണില്ലേ? ഞാൻ യേശുവിൽ വിശ്വസിക്കണില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ വേറൊരു വചനം, ഒരു ഇടിവെട്ട് വചനം, അത് ഏശയ്യ 59:1 മുതലുള്ള വചനം. നമുക്കെല്ലാവർക്കും കാണാണ്ടറിയാവുന്ന വചനം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എൻ്റെ പേര് മണികണ്ഠനാണ്. ഇടുക്കി ജില്ല കുമളി താമസിക്കുന്ന പയ്യനാണ്. എനിക്ക് മക്കളിലായിരുന്നു, 10-15 കൊല്ലമായിട്ട് മക്കളിലായിരുന്നു. ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന ശേഷം എനിക്കൊരു മക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നന്നായിരിക്കുന്നുണ്ട്. ഈ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നല്ല ഒരു ധ്യാനകേന്ദ്രമാണ്. ജോർജ് പണിക്കലച്ചൻ നല്ലൊരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ വന്ന ശേഷം നല്ല കള്ളുകുടിയൊക്കെ വിട്ട് നന്നായിരിക്കുന്നുണ്ട്. ഇതുപോലെ എന്നെപ്പോലെ കള്ളുകുടിമാർ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നാൽ നന്നായിക്കൊള്ളും. അബേലച്ചൻ എഴുതിയത്, ഈശ്വരനെ തേടി ഞാൻ നടന്നു. അച്ഛൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവസാനം ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു, ഇവിടമാണ് ഈശ്വരൻ്റെ വാസം, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. ഓ മൈ സയൻസ്, ഓ മൈ B.Ed, TTC, M.Ed, ഓ മൈ UGC, നെറ്റ്, നീറ്റ്, നീ പഠിപ്പിച്ചില്ലല്ലോ. എന്തോരം കാശ് ചെലവാക്കി ഷർട്ടും കൊണ്ടെടുത്തിട്ട് എൻ്റെ അപ്പനും അമ്മയും സ്കൂളിൽ വിട്ടതാ. ഈ സത്യം ഒന്നും പഠിപ്പിച്ചില്ലല്ലോ നീ. എൻ്റെ പേര് ഷിൻസ്, ഇത് ഭാര്യ സിന്ധു. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് 3 പിള്ളേരുണ്ട്. ഒരു 3 ആഴ്ച മുന്നേ ഞങ്ങളുടെ ഡാഡി ഇവിടെ വന്ന് നായ്ക്കമ്പറമ്പിൽ അച്ഛനൊക്കെ കണ്ടായിരുന്നു. അന്ന് ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പം നായ്ക്കമ്പറമ്പിൽ അച്ഛൻ ഇവിടെ വന്ന് ഒരു ധ്യാനം കൂടണമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഫലമായി കുറേ പിള്ളേരുള്ളതുകൊണ്ട് സ്കൂൾ ടൈം ആയതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വരണമെങ്കിലും. പിന്നെ എന്തൊക്കെയോ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റെഡിയായി പെട്ടെന്ന് ഇവിടെ വരാൻ പറ്റി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഒരാഴ്ച കൂടുമെന്നൊക്കെ ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പെട്ടെന്ന് കടന്നുപോയി. എന്ത് വന്നാലും നല്ല സന്തോഷം ഒരുപാട് കിട്ടി, പല അനുഭവങ്ങളും കിട്ടി, പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഇനി ചെയ്യണമെന്നുണ്ട്. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1:26-27 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലാണ്. ദൈവത്തിൻ്റെ ഛായ എന്താണ്? ഈ നിറവും ഇങ്ങനെയാണോ എങ്ങനെയാണെന്നൊന്നുമല്ല. ദൈവത്തിൻ്റെ ഛായയെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയും. 1 യോഹന്നാൻ 4:8 ദൈവം
സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആൻ്റണി. ഞാൻ മാള കോട്ടമുറിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അതിലും ഒരു പുതിയ ഉണർവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ വളരെ സന്തോഷമുണ്ട്. വിശുദ്ധ ലൂക്കായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 22 തിരുവചനങ്ങൾ 14 മുതൽ. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു. അവനോടൊപ്പം അപ്പൊസ്തലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈ അൾത്താരയിൽ നിന്നും യേശുവിൻ്റെ ശക്തി ഇതാ എന്നിലേക്ക് നിർഗളിക്കുന്നു. 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ, എല്ലാ വൈദ്യന്മാരാലും ഉപേക്ഷിക്കപ്പെട്ടവൾ, സമ്പത്തെല്ലാം രോഗത്തിന് വേണ്ടി ചിലവഴിച്ച് ഇന്നവൾ ദരിദ്രയാണ്. അവൾ യേശുവിൻ്റെ പിന്നിലൂടെ വന്ന വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അതവൾക്ക് സൗഖ്യമായി പരിണമിച്ചു. അതേ ശക്തിയാണ് ഈ അൾത്താരയിൽ നിന്ന് എന്നിലേക്ക് നിർഗളിക്കുന്നത്. തീരാവ്യാധികളെല്ലാം വിട്ടുപോകുന്ന സമയമാണ്. ആകാശത്തിൻ്റെ കീഴേ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ഞാൻ അവനെ സുഖപ്പെടുത്തും, അവൻ്റെ മുറിവുകൾ ഉണക്കും, വീണ്ടും നിനക്ക് ഞാൻ ആരോഗ്യം നൽകും. ജെറമിയ 17 നമ്മളിൽ പൂർത്തീകരിക്കുകയാണ്. ആരാധന ആരാധന യേശുവേ ആരാധന. കരങ്ങൾ വീശി ആരാധന ആരാധന ദൈവമേ ആരാധന. ആരാധന ആരാധന ദൈവമേ ആരാധന. Divine, divine, divine blessing. Divine, divine, divine. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഓർപ്പെടുത്തുന്നത്. 103 സങ്കീർത്തനത്തിൻ്റെ 3 തിരുവചനം, കർത്താവ് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുകയും നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അകൃത്യങ്ങളും കരുണയോടെ ക്ഷമിക്കുന്ന കർത്താവ്, ആ കർത്താവ് നമ്മുടെ എല്ലാ പാപങ്ങളും പൂർണ്ണമായിട്ട് ക്ഷമിച്ചു. ഈ ക്ഷമിച്ചു കിട്ടിയ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇന്നലകളിലെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ശാരീരികമായ രോഗങ്ങളോ മനസ്സിൻ്റെ നൊമ്പരങ്ങളോ വേദന ഉണ്ടെങ്കിൽ അതെല്ലാം സുഖപ്പെടുന്നവനാണ് കർത്താവ്.
ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ അങ്ങനെ പാപം ക്ഷമിച്ച് രോഗം സുഖപ്പെട്ട അനുഭവം, പാപം ക്ഷമിച്ച് രോഗം സുഖപ്പെട്ട അനുഭവത്തിൽ എന്നും ജീവിക്കുക, അതിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രധാനപ്പെട്ട ഘടകം, പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും എല്ലാം ക്ഷമിച്ച് നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും വിശുദ്ധീകരിച്ച കർത്താവ്, ആ കർത്താവ് നമുക്ക് നൽകിയ ആന്തരിക സൗഖ്യം, ശാരീരിക സൗഖ്യം, അതുപോലെ ഇന്നലകളിൽ ഏതെല്ലാം തലങ്ങളിൽ പാപം മൂലം നമ്മുടെ ആത്മാവിൻ്റെ മുറിവുണ്ടായിരുന്നോ ആ ആത്മാവിൻ്റെ മേഖലയുടെ സൗഖ്യം. അപ്പോൾ ഈ സൗഖ്യം കിട്ടി നമുക്ക് ഓരോരുത്തർക്കും അനേകരെ സുഖപ്പെടുത്താൻ വേണ്ടി സൗഖ്യം നൽകുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മുടെ ജീവിത സാക്ഷ്യം അനേകരെ ഓരോ ആഴ്ചയിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ജീവിത സാക്ഷ്യമായി നമ്മുടെ ഇനിയുള്ള നാളുകൾ നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ശുശ്രൂഷ അനേകർക്ക് യേശു നൽകുന്ന ആശ്വാസത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, പാവമോചനത്തിൻ്റെ അനുഭവം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയുടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അനേകരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന പ്രേക്ഷിതരായി സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികളായി നമുക്ക് മാറാം. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ഓരോരുത്തരും സഹായിക്കും. ലഭിച്ചതായ ദൈവാനുഗ്രഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികളായി മാറാം എന്ന തീരുമാനത്തോടുകൂടി നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ആമേൻ.